കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ശിക്ഷ 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് നൽകുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഷെറിന്റെ കേസ് മാത്രമായാണോ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണനയ്ക്ക് വന്നത്, അതോ സമാനമായ മറ്റ് പല കേസുകളും ഉണ്ടായിരുന്നോ? എന്താണ് ഇത് പരിഗണനയ്ക്ക് വരാനിടയായ ഒരു സാഹചര്യം? വിജയകുമാർ, ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതിയായ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തത്. മന്ത്രിസഭായോഗത്തിൻ്റെ അജണ്ടയിലേക്ക് ഷെറിൻ്റെ ശിക്ഷാ ഇളവ് നൽകുന്ന അജണ്ട മാത്രമാണ് ജയിൽ വകുപ്പിൽ നിന്ന് ശുപാർശയായി വന്നത്. മറ്റ് തടവുകാരുടെ പേരുകൾ ഈ പട്ടികയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 14 കൊല്ലം ശിക്ഷ ജീവപര്യന്തം തടവ് പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഷെറിന് ഈ ശിക്ഷാ ഇളവ് നൽകി അവരെ മോചിപ്പിക്കണമെന്ന ശുപാർശ ജയിൽ വകുപ്പ് നൽകിയത്. അത് ഇന്ന് മന്ത്രിസഭ പരിഗണിച്ചു. ജയിൽ വകുപ്പിൻ്റെ ശുപാർശ അതേപടി അംഗീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറോട് ഈ ഷെറിനെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ തീരുമാനം നടപ്പിലാകുകയുള്ളൂ. അതാണ് സാധാരണ ജയിൽ കഴിയുന്ന തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമം. എന്നാൽ മറ്റൊരു അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ പ്രതികളുടെ മോചനം സംബന്ധിച്ച് മന്ത്രിസഭാ ശുപാർശ ഗവർണർമാർ തരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന ഷെറിനെ മോചിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ ഭാസ്കര വില്ലയിൽ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത്. ഷെറിൻ ആണ് ആ കേസിലെ ഒന്നാം പ്രതി. ഷെറിൻ്റെ പുരുഷ സുഹൃത്ത് ബാസിദ് അലിയും മറ്റ് 2 പേരും കൂടി പ്രതിപട്ടികയിലുണ്ട്. ഇവരെ 2010 ജൂൺ 11-ന് മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അന്ന് മുതൽ ഇങ്ങോട്ട് ഷെറിൻ വിവിധ ജയിലുകളിലായി കഴിയുകയാണ്. ഇതിനിടയ്ക്ക് ഈ ഷെറിൻ പലതവണ ഏതാണ്ട് 450ഓളം ദിവസം ജയിലിന് പുറത്തായിരുന്നു. സാധാരണ പരോളിലും അസാധാരണ പരോളുമൊക്കെ നേടിയാണ് ഷെറിൻ ജയിലിന് പുറത്ത് കഴിഞ്ഞത്. ജയിലിൽ തന്നെ ഷെറിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് പരാതി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് 6 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഷെറിനെ മോചിപ്പിക്കേണ്ടവരുടെ അല്ലെങ്കിൽ ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും മോചനം സാധ്യമായിരുന്നില്ല. ഇപ്പോഴാണ് മന്ത്രിസഭ അനുകൂല തീരുമാനമെടുത്തത്. 14 വർഷം ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഷെറിന് ഇളവ് നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കണ്ണൂരിലെ വനിതാ ജയിലിൽ കഴിയുന്ന ഷെറിന് ഇതോടെ ജയിൽ മോചനം സാധ്യമാകും. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി.